ഡൽഹിയിലെ PFI അനുകൂല സംഘടനകളെ സഹായിച്ചിരുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ തേടി NIA സംഘം കേരളത്തിൽ. ഡൽഹിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം കൊച്ചി NIA യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും പുലർച്ചെ മുതൽ തുടങ്ങിയ മിന്നൽ പരിശോധനകളുടെ ഭാഗമായി സംസ്ഥാനത്ത് 5 ഇടങ്ങളിലായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ സംയുക്ത പരിശോധന. ന്യൂസ് 18 ഇൻസൈഡ് സ്കൂപ്പ്. ഡൽഹിയിലെ PFI അനുകൂല സംഘടനകൾക്ക് ഹവാല ഇടപാടിലൂടെ സഹായം ചെയ്തു നൽകിയ കേരളത്തിലെ സ്രോതസ്സുകൾ തേടിയാണ് ഡൽഹിയിൽ നിന്നുള്ള NIA സംഘം കേരള പോലീസിന്റെ സഹായത്തോടെ 5 ജില്ലകൾ കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന നടത്തിയത്. പുലർച്ചെ 4:30 കേരള പോലീസിന്റെ സഹകരണത്തോടെ നടത്തിയ റെയ്ഡ് ഉച്ചയോടെ അവസാനിച്ചു. മലപ്പുറത്ത് 2, കോഴിക്കോട്, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിൽ ഓരോ കേന്ദ്രങ്ങളിലുമായിരുന്നു പരിശോധന. തിരുവനന്തപുരത്ത് NIA റെയ്ഡ് നടത്തിയത് ടെക്നോ പാർക്ക് ജീവനക്കാരന്റെ വസതിയിലാണ്. ചിറയൻകീഴ് സ്വദേശിയായ മുഹമ്മദ് ഷിയാസിന്റെ വീട്ടിൽ പുലർച്ചെ എത്തിയ അന്വേഷണ സംഘം PFI അനുകൂല സംഘടനകൾക്ക് IT പ്രൊഫഷണൽ ആയ ഷിയാസ് ചെയ്ത് നൽകിയ വഴിവിട്ട സഹായങ്ങളുടെ രേഖകൾ പിടിച്ചെടുത്തു. ഇതിനു പുറമെ സംസ്ഥാന വ്യാപകമായി നടന്ന പരിശോധനയിൽ ഹവാല ഇടപാടുകളുടെ രേഖകൾ പിടിച്ചെടുത്തതായാണ് ദേശീയ അന്വേഷണ ഏജൻസി നൽകുന്ന സൂചന. ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ RC31/2022 കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസിയുടെ മിന്നൽ പരിശോധന. സേവന പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ കേരളത്തിലേക്ക് വിദേശത്തു നിന്നും അനധികൃതമായി എത്തുന്ന വൻ സാമ്പത്തിക സംഭാവനകൾ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതായുള്ള സൂചനകളും NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വാർത്തകൾ തുടരും. ഇടവേളയ്ക്ക് ശേഷം.